ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. നമ്മുടെ KTET എക്സാം എല്ലാം അടുത്തെത്താറായി. ഇന്ന് ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലേ. അപ്പോൾ ആ ടെൻഷനൊന്നും വേണ്ട, നന്നായിട്ട് റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകളെല്ലാം നോക്കുക, മോഡൽ എക്സാംസ് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നന്നായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ പഠിച്ചതും കൂടി കളയണ്ട കേട്ടോ. അപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ മിക്കവാറുള്ള കൂട്ടുകാർക്ക് ഒരു ടെൻഷനാണ്, അയ്യോ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചല്ലേ. അപ്പോൾ ആ ടെൻഷനൊന്നും വേണ്ട, നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഈസ് ആൻ ഓപ്പൺ ബുക്ക് എക്സാം മെത്തേഡ്? Students remain serious. It increases attendance in the classroom. It reduces the worry of students related to examination. It compels students for thinking. ഓപ്പൺ ബുക്ക് എക്സാമിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ വാർത്തയിലൊക്കെ കണ്ടതാണ്. ഓപ്പൺ ബുക്ക് എക്സാമിനെ കുറിച്ചിട്ടും കുട്ടികളുടെ അഭിപ്രായത്തെക്കുറിച്ചൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടതാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ഈ താഴെ തന്നതിൽ ഏതാണ് ഓപ്പൺ ബുക്ക് എക്സാം മെത്തേഡിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയാൻ പറ്റുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷനാണ് കേട്ടോ. ഇറ്റ് കമ്പൽസ് സ്റ്റുഡൻസ് ഫോർ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓപ്പൺ ബുക്ക് എക്സാമിൻ്റെ ഒരു ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ബുക്ക് എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. എന്താണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്നത്? ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ആർ അലൗഡ് ടു റെഫർ to study materials such as classroom notes or textbook while answering questions during an examination. അപ്പോൾ എക്സാം സമയത്ത് കുട്ടികൾക്ക് അവരുടെ ക്ലാസ് റൂം നോട്ട്സോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ എല്ലാം റെഫർ ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള അസസ്മെൻ്റ് ആണ് നമ്മൾ എന്ത് പറയുക, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. അതായത് ബുക്ക് തുറന്ന് വെച്ച് നമുക്ക് എക്സാം എഴുതുക അല്ല, ആ ഒരു രീതി തന്നെയാണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസ് ആർ. അപ്പോൾ ഈ ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദ ക്വസ്റ്റ്യൻസ് ആർ ഡിസൈൻഡ് ഇൻ എ വേ ടു മേക്ക് സ്റ്റുഡൻസ് തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് എൻകറേജസ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ബുക്ക് തുറന്ന് വെച്ചിട്ട് പരീക്ഷ എഴുതുന്നത് കൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരിക്കണം, ഡയറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗം നമുക്ക് ബുക്ക് മറിച്ച് നോക്കി ആൻസർ ചെയ്യാം എന്നാണെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ട് എങ്ങനെയായിരിക്കും കുട്ടികളിൽ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് എൻകറേജ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഡിസ്കറേജസ് ഡയറക്റ്റ് കോപ്പിയിങ് ഫ്രം ദ സ്റ്റഡി മെറ്റീരിയൽസ് യൂസർ, ദസ് പ്രിവെൻറ്റ്സ് റോട്ട് ലേണിംഗ് ഇൻ സ്റ്റുഡൻസ്. അപ്പോൾ കുട്ടികൾ ജസ്റ്റ് ഒരു കാണാപ്പാഠം പഠിച്ചു വെക്കുന്ന ആ ഒരു രീതി, റോട്ട് ലേണിംഗ് ഉണ്ടല്ലോ, അതിന് ഡിസ്കറേജ് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അതുപോലെ ഓപ്പൺ എക്സാം ആണ്, സോ അവിടെ മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് ഡയറക്റ്റായിട്ട് കോപ്പി ചെയ്യുക, ദാറ്റ് മീൻസ് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ കോപ്പിങ് സംഭവം എന്നുള്ളത് അവിടെ ഡിസ്കറേജ് ചെയ്യുക. അതുപോലെ തന്നെ റോട്ട് ലേണിംഗ് എല്ലാം അവിടെ ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ദം ടു ഇവാലുവേറ്റ് ദെയർ കൺസെപ്റ്റ് ഓഫ് സ്റ്റഡീസ്. അപ്പോൾ കുട്ടികളുടെ എത്രമാത്രം ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനും ഇത് യൂസ്ഫുൾ ആണ്. ഇറ്റ് കമ്പൽസ് സ്റ്റുഡൻസ് ടു തിങ്ക് unlike the traditional forms of assessment which only test their memory. അപ്പോൾ നമ്മൾ സാധാരണ ഒരു എന്താ പറയുക, നമ്മളൊരു ട്രഡീഷണൽ സിസ്റ്റം ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, കുട്ടികൾ നന്നായിട്ട് കാണാപ്പാഠം അല്ലെങ്കിൽ കുറച്ച് കാര്യം പഠിച്ചിട്ട് വരും അല്ലേ, ദെൻ അത് എക്സാം സമയത്ത് അത് അങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കുക. ദാറ്റ് മീൻസ് അവിടെ പ്രത്യേകിച്ച് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചോദിക്കത്തക്ക രീതിയിലായിരിക്കില്ല ക്വസ്റ്റ്യൻസ്. അതായത് ട്രഡീഷണൽ ഫോംസ് ഓഫ് അസസ്മെൻറ്റ് ഒക്കെ അങ്ങനെയാണ്. സോ അതിന് ഒരു എതിരായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിങ്കിങ് ആയിട്ട് കുട്ടികളുടെ തിങ്കിങ് സ്കിൽസ് എൻകറേജ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടീവാണ് കേട്ടോ. കിട്ടിയല്ലോ? ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ന്യൂസൊക്കെ നിങ്ങൾ 1-2 മാസം മുമ്പൊക്കെ നമ്മൾ കേട്ടത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not in the list of teacher competency provided by NCTE? അപ്പോൾ NCTEൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കണേ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് NCTE എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു NCTEൻ്റെ അതിൽ കുറച്ച് ടീച്ചർ കോമ്പീറ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ലിസ്റ്റ് ചെയ്യാത്തത് ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മാനേജ്മെൻറ്റ് കോമ്പീറ്റൻസീസ്, ഇവാലുവേഷൻ കോമ്പീറ്റൻസീസ്, റിസർച്ച് കോമ്പീറ്റൻസീസ്, കൺസെപ്ച്വൽ കോമ്പീറ്റൻസീസ്. Not in the list of teacher competency by NCTE, National Council for Teacher Education. ഈ ഫുൾ ഫോം പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റിസർച്ച് കോമ്പീറ്റൻസീസ് ആണ് കേട്ടോ. അപ്പോൾ അത് അറിയാത്തവർ NCTEയിൽ
വരുന്ന അല്ലെങ്കിൽ കോമ്പിറ്റൻസീസ് ഓഫ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 8 പോയിന്റ് വരും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ടീച്ചിങ് ആപ്റ്റ്യൂഡ് ലെവൽ, ആപ്ലിക്കേഷൻ ലെവൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ സെറ്റ് എക്സാംസിനൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണേ. അപ്പോൾ ആപ്റ്റ്യൂഡ് ലെവൽ മേ ബി നിങ്ങളുടെ പെഡഗോഗി സൈഡിൽ നിന്നോ നിങ്ങളുടെ സബ്ജക്ട് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കോമ്പിറ്റൻസീസ് ഓഫ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ അവിടെ കോണ്ടെക്ച്വൽ കോമ്പിറ്റൻസി വരും, കൺസെപ്ച്വൽ കോമ്പിറ്റൻസി വരും, കണ്ടന്റ് കോമ്പിറ്റൻസി വരും, ട്രാൻസാക്ഷണൽ കോമ്പിറ്റൻസി, കോമ്പിറ്റൻസി റിലേറ്റഡ് ടു അതർ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, ഇവാലുവേഷൻ കോമ്പിറ്റൻസി, മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസി, കോമ്പിറ്റൻസി റിലേറ്റഡ് ടു വർക്കിംഗ് വിത്ത് പാരൻസ്, കൊളീഗ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇത്രയാണ് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ മീനിങ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ച് പോയാലും മതി കേട്ടോ. ഇപ്പോൾ കണ്ടന്റ് കോമ്പിറ്റൻസി കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട്, ദെൻ കോണ്ടെക്ച്വൽ കോമ്പിറ്റൻസി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് എത്രമാത്രം റിലവൻ്റ് ആണ് എന്നുള്ള കാര്യമാണ്. ദെൻ കൺസെപ്ഷൻ മീൻസ് കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ദെൻ ട്രാൻസാക്ഷണൽ കോമ്പിറ്റൻസി, കോമ്പിറ്റൻസി റിലേറ്റഡ് ടു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്. അങ്ങനെ ആ ഒരു പേരിൽ തന്നെ സംഭവങ്ങളും മീനിങ് ഉണ്ട് കേട്ടോ. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ചോദിച്ച് സെറ്റിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട ഈ കൺസെപ്റ്റ് കോമ്പിറ്റൻസി അങ്ങനെ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് നോക്കാം ക്വസ്റ്റ്യൻ. ലേണേഴ്സ് ഫീൽ എൻഗേജ്ഡ് ആൻഡ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ പ്രോസസ് ഓഫ് ലേണിംഗ് വെൻ ആക്ടിവിറ്റീസ് ആർ റിലേറ്റഡ് ടു ദയർ കോണ്ടെക്സ്റ്റ്. Focus of learning is repetition and memorization. Socio-emotional needs of learners are ignored. Their prior knowledge is discarded and negated. അപ്പോൾ ലേണേഴ്സ് ഫീൽ എൻഗേജ്ഡ് ആൻഡ് ആക്റ്റീവ്ലി. അപ്പോൾ പ്രോസസ് ഓഫ് ലേണിംഗ് എപ്പോഴാകുമ്പോൾ, എങ്ങനെയായിരിക്കുമ്പോഴാണ് ലേണേഴ്സ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ലേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഗേജ് ആവുന്നത് ലേണിങ്ങിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതായിരിക്കും നമുക്കറിയാം, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അല്ലേ. ഇവിടെ റെപ്പിറ്റേഷനും മെമ്മറൈസേഷനും ഒന്നും പറയുമ്പോൾ ഒരു ആക്റ്റീവായിട്ടൊരു സംഭവം വരുന്നില്ല. അവിടെ സോഷ്യൽ എക്കണോമിക് നീഡ്സ് ഇഗ്നോർ ചെയ്താൽ വരില്ല. അവർ പ്രീവിയസ് നോളേജ് ഡിസ്കാർഡ് ചെയ്യുമ്പോഴും അവിടെ എന്ത് വരുന്നില്ല, ലേണിംഗ് എഫക്റ്റീവ് ആവത്തില്ല അല്ലേ. സോ ആക്ടിവിറ്റീസ് ആർ റിലേറ്റഡ് ടു ദയർ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എഫക്റ്റീവ് ലേണിങ്ങിനെ സംബന്ധിക്കുന്ന 1-2 പോയിന്റ്സ് നമുക്കൊന്ന് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എഫക്റ്റീവ് ലേണിംഗ് ഇൻവോൾവ് സെവറൽ കീ കമ്പോണൻറ്റ്സ് ദാറ്റ് ഹെൽപ്പ് എൻഷുർ ദാറ്റ് സ്റ്റുഡൻസ് നോട്ട് ഓൺലി അക്വയർ നോളജ് ബട്ട് ഓൾസോ അണ്ടർസ്റ്റാൻഡ്, റിറ്റെയിൻ, അപ്ലൈ ഇറ്റ് മീനിങ്ഫുൾ. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒത്തിരി കമ്പോണൻസ് വരും അല്ലേ. ഇതെല്ലാം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു സ്റ്റുഡൻറ്റിന് നോളജ് അക്വയർ ചെയ്യുക എന്ന് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ കുട്ടികൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് അവരുടെ ഓർമ്മയിൽ നിലനിർത്താനും അത് മീനിങ് ഫുള്ളായിട്ട് അവർ റിയൽ ലൈഫിൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ, അതായത് ഒന്നിൽ പഠിച്ച കാര്യം വേറെ ഒന്നിൽ അപ്ലൈ ചെയ്യാനും എല്ലാം രീതിയിലും ആവുമ്പോഴാണ് അവിടെ ലേണിംഗ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആവുന്നത് അല്ലേ. അപ്പോൾ ഇഫക്റ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ. നമുക്ക് ആക്റ്റീവ് ടൈപ്പിലൊക്കെ ഇങ്ങനത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് നോക്കൂ, വെൻ ലേണിംഗ് ആക്ടിവിറ്റീസ് ആർ കണക്റ്റഡ് ടു ലേണേഴ്സ് personal experiences, interests or real life situations, they find the material more meaningful and engaging. അപ്പോൾ നമ്മുടെ ഈ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി അവരുടെ ഇൻട്രസ്റ്റിനും അല്ലെങ്കിൽ അവരുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും, അവർ കുറച്ചും കൂടി മീനിങ് ഫുൾ ആവും അല്ലെങ്കിൽ കുറച്ചും കൂടി അവർക്ക് കാര്യങ്ങൾ വേഗം ക്ലിക്ക് ആവാനും അവർ കൂടുതൽ ആ ഒരു കാര്യത്തിൽ എൻഗേജ് ആവാനും ഇൻട്രസ്റ്റ് കാണിക്കും അല്ലേ. അപ്പോൾ അവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടൊരു ലേണിംഗ് സംഭവിക്കും. ദെൻ കോണ്ടെക്ച്വൽ ലേണിംഗ് ഹെൽപ്സ് സ്റ്റുഡൻസ് ടു see the relevance of what they are studying and motivate them to participate actively. ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റുവൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതൊരു കോണ്ടെക്സ്റ്റാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് തന്നെയാണ് അത് എത്രമാത്രം റിലവൻ്റ് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉണ്ട് അല്ലേ. അപ്പോൾ ആ നമ്മൾ പഠിക്കുന്ന കാര്യം എത്രമാത്രം റിലവൻ്റ് ആണ് അല്ലെങ്കിൽ അവർ എന്താണ് പഠിക്കുന്നുള്ള കാര്യം അവർക്കൊരു ഐഡിയ വേണം അല്ലേ. സോ അങ്ങനെ ആ ഒരു റിലവൻസി നോക്കാം. ദാറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് സീ ദ റിലവൻറ്റ് ഓഫ് വാട്ട് ദേ ആർ സ്റ്റഡിങ്. അവർ എന്താണ് പഠിക്കുന്നു, അത് റിലവൻ്റ് ആയിട്ട് എന്താണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു സംഭവത്തിൽ നല്ല രീതിയിൽ ആ ഒരു ടോപ്പിക് ആയിക്കോട്ടെ ആ ഒരു ടാസ്ക് ആയിക്കോട്ടെ അതിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഈ കോണ്ടെക്സ്റ്റുവൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോണ്ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് ഇനാബിൾ സ്റ്റുഡൻസ് ടു അപ്ലൈ നോളേജ് ഇൻ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ അപ്ലൈ അവർ പഠിച്ച കാര്യം ആ ഒരു നോളേജ് അപ്ലൈ ചെയ്യാൻ കുട്ടികളെ സഹായിക്കുന്നു. ദെൻ എൻഹാൻസിങ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിട്ടൻഷൻ. ദിസ് അപ്രോച്ച് ഓൾസോ മേക്സ് ലേണിംഗ് മോർ ഇൻറ്ററാക്റ്റീവ് ആൻഡ് ഡൈനാമിക്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നമ്മുടെ ലേണിംഗിൽ കുറച്ചും കൂടി ഇൻറ്ററാക്റ്റീവും ഡൈനാമിക് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഓക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണേ.
Dash is the ability to grasp the meaning of the materials, where the child is able to express the learned material by his own sentences. Application, understanding, analysis, synthesis. അപ്പോൾ എന്താണ് ഇവിടെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എബിലിറ്റി ടു ഗ്രാസ്പ് ദ മീനിങ് ഓഫ് ദ മെറ്റീരിയൽ അല്ലേ. ആ ഒരു മെറ്റീരിയലിൻ്റെ മീനിങ് മനസ്സിലാക്കാനുള്ള ആ ഒരു എബിലിറ്റി നമ്മൾ എന്തെന്നാണ് പറയുക? ഒന്നും വേണ്ട, എന്താണ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുക അല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. അത് അതും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഇതേ ഒരു വാക്കിൽ തന്നെ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ദ ഡൊമൈൻ ഓഫ് ലേണിംഗ് ദാറ്റ് ഡീൽസ് വിത്ത് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ഈസ് നോൺ ആസ് നോളജ് ഡൊമൈൻ, കോഗ്നിറ്റീവ് ഡൊമൈൻ, എഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. ദ ഡൊമൈൻ ഓഫ് ലേണിംഗ് ദാറ്റ് ഡീൽസ് വിത്ത് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ഏതാണ്? നമ്മൾ എഫക്റ്റീവ് ഡൊമൈനാണ്. നമ്മൾ ബ്ലൂംസ് ടാക്സോണമി നന്നായിട്ട് പഠിക്കണേ. നിങ്ങൾക്ക് നമ്മുടെ സൈക്കോളജിയിലും ചോദിക്കാം, സബ്ജക്റ്റ് പെഡഗോഗിയിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം, എന്നും ചോദിക്കുന്നതാണ് കേട്ടോ, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ബെഞ്ചമിൻ ബ്ലൂം ഡെവലപ്പ് ടാക്സോണമി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലേ. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനാണ് പറയുന്നത്. ദെൻ ദീസ് ഒബ്ജക്റ്റീവ്സ് വർ ഡിവൈഡഡ് ഇൻ ടു 3 ഡൊമൈൻസ്. അപ്പോൾ നമ്മുടെ ബെഞ്ചമിൻ ബ്ലൂം എന്താ പറയുന്നത്? ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ 3 ഡൊമൈൻസ് അല്ലേ. അപ്പോൾ ലേണിംഗ് 3 ഡൊമൈൻസിലായിട്ടാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുക. അപ്പോൾ ഏതൊക്കെ ഡൊമൈൻസ് ആണ്? അത് കോഗ്നിറ്റീവ് ഡൊമൈനും എഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടോർ ഡൊമൈനും അല്ലേ. അപ്പോൾ ഈ 3 ഡൊമൈൻസ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. കോഗ്നിറ്റീവ് ഡൊമൈനും എഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടോർ ഡൊമൈൻ. അപ്പോൾ നമുക്ക് കോഗ്നിറ്റീവ് മീൻസ് ആ ഒരു വാക്കിൽ തന്നെ കോഗ്നിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്നത്. എഫക്റ്റീവ് ഡൊമൈൻ മീൻസ് എന്താണ്? എഫക്റ്റീവ് മീൻസ് നമ്മുടെ ഒരു അഫെക്ഷൻ, ദാറ്റ് മീൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സുമായിട്ട് കണക്ട് ചെയ്താൽ വരുന്നത്. ദെൻ സൈക്കോമോട്ടോർ മീൻസ് നമ്മൾ ആക്ടിവിറ്റി നമ്മൾ എന്തെങ്കിലും ഇൻവോൾവ് ആവില്ല, അവിടെയാണ് നമ്മുടെ വരുന്നത് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ടോപ്പിക് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി ബൈ സനാസെദ്യൂട്ടിപ്സ് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ക്ലാസ്സും അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക കേട്ടോ. ഇൻ റിയൽ ലൈഫ് ബിഹേവ് ഫ്രം ഓൾ ത്രീ ഡൊമൈൻസ് ഒക്കോ സൈമൾട്ടേനിയസ്ലി. അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ ഈ ഒരു 3 കാര്യം സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ സ്റ്റുഡൻസ് ഓഫ് റൈറ്റിംഗ്, നമ്മൾ എഴുതുകയാണ്, കുട്ടികളുടെ ആ ഒരു കയ്യിൽ എഴുതുന്ന ആ ഒരു സംഭവം അവിടെ സൈക്കോമോട്ടോർ ഡൊമൈൻ അവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ദേ ആർ ആൾസോ റിമെമ്പറിങ് ഓർ റിക്കോളിങ്. അപ്പോൾ അവിടെ റിമെമ്പറിങ് അല്ലെങ്കിൽ റിക്കോളിംഗ് നടക്കുന്നത്, ദാറ്റ് മീൻസ് ഒരു കോഗ്നിറ്റീവ് ഡൊമൈനും വർക്ക് ആവുന്നുണ്ട് അല്ലേ. ആൻഡ് ദേ ആർ ലൈക്ലി ടു ഹാവ് സം ഇമോഷൻസ്. അപ്പോൾ നമുക്കൊരു കാര്യം പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി വേണം അല്ലേ, എന്നാലും അവിടെ ലേണിംഗ് നടക്കത്തുള്ളൂ. സോ അവിടെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ്, ഒരു അഫെക്ഷനും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത് മെയിൻ പോയിന്റ് ഇതാണ്, ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ 3 ഡൊമൈൻസ് ആണ് അല്ലേ. 3 ഡൊമൈൻ, ദാറ്റ് മീൻസ് കോഗ്നിറ്റീവ് ഡൊമൈൻ, എഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോ. 3 ഡൊമൈൻസും ഇരുന്നാൽ മാത്രമേ നന്നായിട്ട് എഫക്റ്റീവായിട്ട് ലേണിംഗ് നടക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഡൊമൈൻസ് ഓഫ് ലേണിങ്സിൽ ഓരോന്നിനും വരുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എഫക്റ്റീവ് ഡൊമൈനിൽ എന്തൊക്കെ വരും, കോഗ്നിറ്റീവ് ഡൊമൈനിൽ, നോളജ് ഡൊമൈനിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ നോളജ് ഡൊമൈനിൽ നമ്മൾ സൈക്കോമോട്ടോർ ഡൊമൈനിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഒരു ചാർട്ട് പോലെയൊക്കെ ആക്കി ഞാൻ ക്ലിയർ ആയിട്ട് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നീ കാണുക കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിക്കോട്ടെ. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണേ, ഒന്ന് മാച്ച് ചെയ്താൽ മതി നിങ്ങൾ. എറിക്സൺ സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റും അവർ ഏജുമായിട്ടാണ്. ട്രസ്റ്റ് വേഴ്സസ് ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ്, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ, യങ് അഡൾട്ട്ഹുഡ്, ലേറ്റ് അഡൾട്ട്ഹുഡ്, 3 to 6 years, ബേർത്ത് ടു 12 or 18 months. അപ്പോൾ നമ്മൾ ഈ ഒരു ഏജ് പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ 1 വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഏജ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ബേസിക് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഏതായിരിക്കും വരിക? അങ്ങനെ ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, ജസ്റ്റ് നിങ്ങൾ മാച്ച് ചെയ്താൽ മതി കേട്ടോ. ഏതാണ് വരിക? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ബേർത്ത് ടു 12 അല്ലെങ്കിൽ 18 months. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ 1 to 2 ബേർത്ത് ടു 2 years എന്നൊക്കെ തരാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? 3 to 6 years ആണ് വരുന്നത്. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ അത് യങ് അഡൾട്ട്ഹുഡിലാണ് വരുന്നത്. ദെൻ ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ എന്ന് പറയുമ്പോൾ അത് ലേറ്റ് അഡൾട്ട്ഹുഡിലാണ്. ജസ്റ്റ് ഒന്ന് ഇയേഴ്സ് ഒന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യുന്ന കാര്യമില്ല. മാക്സിമം ഏജ് ലിമിറ്റിനുള്ളിൽ വരുന്നത് മാക്സിമം നോക്കുക, അതായിരിക്കും വരിക കേട്ടോ. ഇപ്പോൾ ട്രസ്റ്റ് വേഴ്സസ് ഇവിടെ നോക്കുക 0 to 1 years ആണ്. പക്ഷേ ഇവിടെ പറയുന്നത് ബേർത്ത് ടു 12 months or 12 to 18 months എന്നൊക്കെ പറയുന്നു. സോ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഏകദേശം മാക്സിമം വരുന്ന ഏജ് ആ ഒരു ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏജ് ലിമിറ്റ്, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ദെൻ ജനറേറ്റിവിറ്റി, സ്റ്റാഗ്നേഷൻ, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ അല്ലേ?
ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹയർ ഓർഡർ ഓഫ് കോഗ്നിറ്റീവ് ലേണിംഗ് ഔട്ട്കം? Learning of facts and their sequences, learning roles and action sequences, learning of concepts and abstraction, learning of awareness and valuing. ഇപ്പോൾ ഹയർ ഓർഡർ കോഗ്നിറ്റീവ് ലേണിംഗ് ഔട്ട്കം ആയിട്ട് പറയാൻ പറ്റുന്നത് ഒരു എക്സാമ്പിൾ ഏതാണ്? അപ്പോൾ നമുക്കറിയാം ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് അല്ലെങ്കിൽ ഹയർ ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങും അല്ലെങ്കിൽ ലേണിംഗ് ഓഫ് കൺസെപ്റ്റ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അല്ലേ. നിങ്ങൾക്കിത് ഓപ്ഷൻസ് വായിച്ചാൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ആക്ഷൻ സീക്വൻസ് എന്നൊക്കെ പറയുമ്പോൾ ഹയർ ഓർഡർ ഒന്നും വരുന്നില്ല അല്ലേ. ലേണിംഗ് ഓഫ് ഫാക്ട്സ് ആൻഡ് സീക്വൻസ് നമുക്ക് ഹയർ എന്ന് പറയാൻ പറ്റില്ല. ദെൻ അവയർനെസ് ആൻഡ് വാല്യൂ നമുക്കങ്ങനെ ഹയർ ഓർഡർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്കറിയാം ഹയർ ഓർഡർ കോഗ്നിറ്റീവ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുമ്പോൾ ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സ് അവിടെ നടക്കണം അല്ല. ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ് വരുന്നത്. ദെൻ ദാറ്റ് മീൻസ് ദാറ്റ് ഈ ലേണിംഗ് ഓഫ് കൺസെപ്റ്റ്സ് ആൻഡ് അബ്സ്ട്രാക്ഷൻ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, what will be measured through the children a perception test administered by a teacher to a group of students? Achievement, attitude, aptitude, personality. ചിൽഡ്രൻ പെർസെപ്ഷൻ ടെസ്റ്റിലൂടെ ഒരു ടീച്ചർ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്, എന്താണ് മെഷർ ചെയ്യുന്നത്, എന്താണ് ചിൽഡ്രൻസ് പെർസെപ്ഷൻ ടെസ്റ്റിലൂടെ? പേഴ്സണാലിറ്റി മെഷർമെൻ്റ് ആണ് അല്ലേ. ഓക്കെ, പേഴ്സണാലിറ്റി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ടീച്ചർ gives half done example to a child while teaching a particular concept. According to PYQ, which of the following strategies is the teacher using? Observational learning, scaffolding, conflict teaching, conditioning. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത്, അതായത് എക്സാം സമയത്ത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ വൈഗോട്സ്കിയും റിക്സണും പിയാഷയും ഒക്കെ എന്തായാലും എല്ലാവിടെയും കാണും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് K3 എപ്പോഴും ചോദിക്കുന്ന ഷുവർ ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ, നോക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വൈഗോട്സ്കി തിയറിയൊക്കെ പഠിക്കുക. ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ഒരു വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഈ ഡെവലപ്മെൻറ്റ് തിയറീസുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ് വൈഗോട്സ്കിയുടെ സംഭവം എന്താണ്, ഹാഫ് ഡൺ എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ക്ലൂസ് ഒക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് സ്കാഫോൾഡിങ് ആണ് അല്ലേ. ഓക്കെ ആണല്ലോ. ഇനി 10ാമത്തെ ചോദ്യമാണ്, ഫ്രോയിഡ്സ് സൈക്കോഅനാലിറ്റിക് തിയറി ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് കോൺഷ്യസ് തോട്ട്സ് ആൻഡ് ബിഹേവിയർ, അൺകോൺഷ്യസ് മോട്ടീവ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ്, സോഷ്യൽ ലേണിംഗ് ആൻഡ് എൻവയോൺമെൻറ്റ്, ബയോളജിക്കൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ ഫ്രോയിഡിൻ്റെ സൈക്കോഅനാലിറ്റിക്കൽ തിയറി എന്തായിട്ട് കൺസേൺ ചെയ്ത സംഭവമാണ് അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദാറ്റ് ഈസ് പ്രൈമർലി കൺസേൺ വിത്ത്, നമുക്കറിയാം ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അൺകോൺഷ്യസ് മൈൻഡോട്ട്, അവിടെ കോൺഫ്ലിക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. സോ അൺകോൺഷ്യസ് മോട്ടീവ്സും കോൺഫ്ലിക്ട്സും ആണ് വരുന്നത്. ക്ലിയറായി അല്ലേ? എല്ലാം ക്ലിയർ ആവില്ല. 10 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം എല്ലാ സെഷനിലും പുതു ക്വസ്റ്റ്യൻസ്, പുത്തൻ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ടോപ്പിക് റിലേറ്റ് ചെയ്ത് വരുന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതുമായി റിലേറ്റ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എക്സാം സമയത്ത് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ആവും കേട്ടോ, ഒന്നും പേടിക്കേണ്ട, ടെൻഷനൊന്നും അടിക്കേണ്ട. ഹോൾ ടിക്കറ്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് പഠിച്ചു പോയാൽ മതി. അപ്പോൾ നന്നായിട്ട് ധൈര്യത്തോടു കൂടി കോൺഫിഡൻറ്റോടു കൂടി പഠിക്കുക കേട്ടോ. അതെ, നിങ്ങൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കീപ് വാച്ചിങ് ഓൺ. താങ്ക് യു.